ട്രേഡിംഗ് മീഡിയയുടെ വീക്ക്ലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്ലാറ്റായിട്ടാണ്. S&P 4 പോയിൻ്റ് ഫ്ലാറ്റാണ്. നസ്ഡാക്ക് 0.78 പോയിൻറ്റിൽ ഫ്ലാറ്റാണ്. ഡൗ ജോൺസ് ചെറിയൊരു നെഗറ്റീവ് 119 പോയിൻറ്റ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റിയും ഒരു ഫ്ലാറ്റായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധസമാനമായ സാഹചര്യം നടക്കുന്നത് കൊണ്ട് തന്നെ ശനി ഞായർ ദിവസങ്ങളിലുള്ള മറ്റ് അപ്ഡേറ്റുകളുടെ ഇതനുസരിച്ചായിരിക്കും തിങ്കളാഴ്ച മാർക്കറ്റ് ഒരു ഓപ്പണിംഗ് ഉണ്ടാവുക. മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗണിനോ ഉള്ള സാധ്യത ഉണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ സെൻസെക്സ് നമ്മൾ കുറേ ദിവസം കൊണ്ടേ പറഞ്ഞിട്ടുള്ളൊരു ലെവലാണ് 80,467, 81,175 എന്നുള്ളത്. അവിടെ നിന്ന് ഒരു റിജക്ഷൻ വന്നു. തൊട്ട് താഴെയുള്ള സപ്പോർട്ടെന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. 78,497, 78,604. വെള്ളിയാഴ്ച ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എത്തുമെന്ന് പ്രതീക്ഷിച്ചാണ്. പക്ഷേ അതിന് തൊട്ട് മുകളിൽ അന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഉണ്ടായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം പിന്നെ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല താഴോട്ട്. മാർക്കറ്റ് വരും ദിവസങ്ങൾ എന്തായാലും ഒരു പാനിക് സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യുവാനുള്ള സാധ്യത സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. മാർക്കറ്റ് ബുള്ളിഷ് ആണെന്ന് പറയുമ്പോഴും ഒരു പാനിക് സെല്ലിങ്ങിനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ബുള്ളിഷ് ആകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യണം. 81,175 സെൻസെക്സിൽ മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് ഒരു ബുള്ളിഷിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. താഴോട്ട് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുള്ള ഒരു ലെവലെന്ന് പറയുന്നത് നമുക്ക് ഫിബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോയിൽ നിന്ന് ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50% to 6.618% ഒരു മിറ്റിഗേഷന് വരാൻ സാധ്യതയുള്ള ഒരു ലെവലെന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ഈ ഒരു ലെവല് വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ലെവല് വരുന്നത് സെൻസെക്സിൽ 75,000, 70,097, റേഞ്ചിലോട്ട് മാർക്കറ്റ് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. 75,000 മുതൽ 76,220 വരെയുള്ള റേഞ്ചാണ്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ തിങ്കളാഴ്ച ഈ ഒരു ലെവല് ബ്രേക്കൗട്ട് കിട്ടി താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചൊരു റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. അല്ല, ഇതൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ താഴോട്ട് മാർക്കറ്റ് വീഴുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് നിഫ്റ്റിയിലോട്ട് പോവാം. നിഫ്റ്റിയിലും ഈ ഒരു റേഞ്ച് നമുക്ക് രണ്ട് കൺഫർമേഷനാണ്. ഒന്ന് ഈ ഒരു സപ്പോർട്ട് നേരത്തെ റെസിസ്റ്റൻസ് ആയിട്ടുണ്ടായിരുന്ന ഈ ഒരു ലെവല് ഇനി സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് മുകളിലോട്ടൊരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. അപ്പം 23,751, 23,858 മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തില്ല. ഈ ഒരു ട്രെൻഡ് ലൈനും ഈ ഒരു സോണും ഈ ഒരു സപ്പോർട്ട് സോണും ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റ് താഴോട്ട് വരാൻ സാധ്യതയുള്ള ലെവലെന്ന് പറയുന്നത് ഫിബ് ഏകദേശം ഈ ഒരു ലെവലിലോട്ട് 23,000 വരുന്ന റേഞ്ചിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വന്നിരിക്കും. $22,800 തൊട്ട് 23,161 വരെ വരുന്ന റേഞ്ചിലോട്ടായിരിക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുള്ള. ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ ഉള്ള പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഞാൻ ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ്റെ കാര്യം. ക്യാൻഡിലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല ബുള്ളിഷ് ക്യാൻഡിലുകളാണ്. ഈ ക്യാൻഡിലുകളെല്ലാം നല്ല ബുള്ളിഷ് ക്യാൻഡിലുകളാണ്. പക്ഷേ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സ്ട്രെങ്ത് ഉള്ള സ്ട്രക്ചർ അല്ല. മാർക്കറ്റ് അങ്ങനെ കുത്തനെ കയറി പോകുന്ന ഒരു സ്ട്രക്ചറായിരുന്നു ഈ ഒരു ഈ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള വലിയൊരു റാലി എന്ന് പറയുന്നത്. ക്യാൻഡിലുകളെല്ലാം സ്ട്രോങ് ആണ്, പക്ഷേ
അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ മാർക്കറ്റ് താഴോട്ട് വീഴുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 50% എങ്കിലും ഈ ഒരു മാർക്കറ്റ് ഇറങ്ങി വന്നിട്ടേ തിരിച്ച് കയറത്തുള്ളൂ. ഞാനന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു സ്ട്രെങ്ത് അല്ലാത്ത മാർക്കറ്റ് ആയതുകൊണ്ട്. തൊട്ടടുത്ത ദിവസം ഇത് ഞാൻ അന്ന് ഒരു പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏകദേശം ഈ ക്യാൻഡലിൻ്റെ കാര്യങ്ങൾ ഇത്രയും അതേപോലെ കോപ്പി അടിച്ചിട്ട് തൊട്ടടുത്ത ദിവസം വേറൊരു ചാനലിൻ്റെ പ്രീ മാർക്കറ്റിൽ വന്നതാണ്. അതേപോലെ ഒരു വ്യത്യാസവുമില്ലാതെ ഞാൻ എന്താണോ പറഞ്ഞത്, ഈ ഒരു ഇത്രയും ക്യാൻഡിലുകളെ കുറിച്ച് ഞാൻ ആ വീഡിയോയിൽ എന്താണോ പറഞ്ഞത് അതേപോലെ തൊട്ടടുത്ത ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ അതേപോലെ കോപ്പി അടിച്ച് അദ്ദേഹം കണ്ടെത്തിയ എന്തോ ഒരു കാര്യം പോലെ അതേപോലെ കോപ്പി അടിച്ച് ഒരു അക്ഷരം പോലും തെറ്റാതെയാണ് അപ്പുറത്ത് പറഞ്ഞിരുന്നത്. ഇപ്പം ഇത്തരം യൂട്യൂബർമാർ നമ്മുടെ ചാനലിൻ്റെ ലെവലും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം ചോദിക്കും, ഞാൻ അവരുടെ നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ അവിടെ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തന്നാണ്, അങ്ങനെയാണ് ഞാൻ അത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഹെൽത്തി സ്ട്രക്ചർ അല്ലാത്തത് കൊണ്ട് തന്നെ മാർക്കറ്റ് എന്തായാലും ഇവിടെ ഒരു റീടെസ്റ്റിന് വരാനുള്ള സാധ്യത ഉണ്ട്. താഴോട്ട് വരയ്ക്കും വന്നില്ലെങ്കിലും 22,826, 23,161 ആ ഒരു റേഞ്ചിലോട്ട് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. നമുക്ക് 75 മിനിറ്റ്സിൻ്റെ ചാർട്ടിലോട്ട് പോവാം. 75 മിനിറ്റ്സിൻ്റെയിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഈ രണ്ട് റേഞ്ചുമായിരിക്കും മാർക്കറ്റ് ഒരു റേഞ്ച് ബോണ്ടിന് സാധ്യത ഉള്ളത്, ഇവിടെ നിന്നും ഈ ഒരു 75 മിനിറ്റ്സിൻ്റെത്. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് തൊട്ട് താഴെ നിന്നാണ് അവിടെ നിന്ന് റിജക്ഷൻ വന്ന് മാർക്കറ്റ് ഇപ്പം ഇതിൻ്റെ തൊട്ട് മുകളിലാണ് നിൽക്കുന്നത്. തിങ്കളാഴ്ച ഒരു മിനിറ്റ് തിങ്കളാഴ്ച ഈ ഒരു 75 മിനിറ്റ്സിൻ്റെ സോൺ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു സപ്പോർട്ടിനുള്ള സാധ്യത എന്ന് പറയുന്നത് നമുക്കിത് ഇവിടെ വരുന്ന ഈ ഒരു 5 ബേസ് ക്യാൻഡിലുണ്ട്. ഈ ഒരു 5 ബേസ് ക്യാൻഡിൽ ഇതായിരിക്കും അടുത്തൊരു സപ്പോർട്ടിനുള്ള ഒരു ഡിമാൻഡ് സോണായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. എൻ്റെ റേഞ്ച് വരിക 23,370, 23,281 ഇവിടെ ആയിരിക്കും നമുക്ക് അടുത്തൊരു സ്ട്രോങ് സപ്പോർട്ട് ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. തിങ്കളാഴ്ച ഇതൊരു ലോവർ ടൈം ഫ്രെയിമിൽ പോവാം. ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കുക. ഓക്കെ, ഇതിന് മുകളിലൊരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കിട്ടിയിട്ട് ഒരു ഗ്യാപ്പ് അപ്പ് ആണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇതിന് മുകളിലോട്ട് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ല ഒരു ഗ്യാപ്പ് ഡൗൺ ഒക്കെ വന്നിട്ട് എപ്പോഴെങ്കിലും ഇതൊന്ന് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പം തിരിച്ച് മുകളിൽ പോയിട്ട് തിരിച്ച് വീണ്ടും താഴെ വന്ന് ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്ത് കയറാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഒരു ട്രെൻഡ് ലൈന് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്കൗട്ട് കിട്ടുകയും ചെയ്യണം, മുകളിലോട്ട് പോയിട്ട് തിരിച്ച് റീടെസ്റ്റ് കഴിഞ്ഞ് ഇവിടെ നിന്നൊരു ബുള്ളിഷ് ഒരു റിവേഴ്സ് സിഗ്നൽ കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇത് ട്രെൻഡ് ലൈന് ബ്രേക്കൗട്ട് കിട്ടി വീണ്ടും ഇതിന് ഉള്ളിലോട്ടാണ് വരുന്നതെങ്കിൽ ഈ ഒരു ലെവൽ കൂടെ ശ്രദ്ധിക്കുക. ഈ ഒരു ട്രെൻഡ് ലൈനോട് നോക്കാം. ഇതിന് ഉള്ളിൽ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അതായത് മുകളിലത്തെ ട്രെൻഡ് ലൈൻ ഒരു ഫേക്ക് ബ്രേക്കൗട്ട് കിട്ടിയിട്ടാണ് ഉള്ളിലോട്ട് തിരിച്ചു വരുന്നതെങ്കിൽ ഇത് ബ്രേക്കൗട്ട് ആവാൻ സാധ്യതയുണ്ട്. ഇത് ബ്രേക്കൗട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 75 മിനിറ്റ്സിൻ്റെ സോണ് ഈ 75 മിനിറ്റ്സിൻ്റെ സോണിൽ ചിലപ്പം മാർക്കറ്റ് സപ്പോർട്ട് കിട്ടിയെന്ന് വരത്തില്ല. ഒരു ഫേക്ക് ബ്രേക്കൗട്ട് മുകളിലോട്ട് പോയിട്ട് തിരിച്ച് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ 75 മിനിറ്റ്സിൻ്റെ സോണ് കൃത്യമായിട്ട് നോക്കുക. ഈ 75 മിനിറ്റ്സിൻ്റെ സോണ് കൃത്യമായിട്ട് നമുക്കിത് ഇവിടെ ഒരു 25 മിനിറ്റ്സിൻ്റെ സോണുണ്ട്. ഇതിലൊരു ബ്രേക്കൗട്ട് സപ്പോർട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു 75 മിനിറ്റ്സ് PS ആവാൻ സാധ്യതയുണ്ട്. PS ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു മാർക്കറ്റ് ഒരു നെഗറ്റീവ് ആണെന്ന് തന്നെ പറയാം. ഈ ഒരു 75 മിനിറ്റ്സിൻ്റെത് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഈ ഒരു ലെവൽ വരയ്ക്കും 23,281, 23,370 റീടെസ്റ്റ് ചെയ്യുവാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് താഴോട്ട് വന്ന് ഇവിടെ നിന്ന് സസ്റ്റെയിൻ ചെയ്ത് ചിലപ്പം തിരിച്ചു കയറിയേക്കും. ഇതെന്തായാലും ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 23,370, 23,281 ലെവൽ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം.
CPR വരുന്നത് നാരോ CPR ആണ്. 24,021 മുതൽ 24,050 വരെ ഏകദേശം 29 പോയിൻറ്റിൻ്റെ CPR ആണ്. CPRനുള്ളിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗണോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 23,908, 23,881 ഒരു സപ്പോർട്ട് കിട്ടും. ഇവിടെ നിന്ന് തിരിച്ച് കയറാൻ സാധ്യതയുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ചെറിയൊരു ലെവലൂടെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 23 ഒരു മിനിറ്റ്. ഓക്കെ, ഈ പ്രീവിയസ് ഡേയുടെ ഈ ഒരു ലോ മാർക്ക് ചെയ്യുക. ഇത് ബ്രേക്കൗട്ട് കിട്ടിയാലും പ്രീവിയസ് ഡേ ലോ ബ്രേക്കൗട്ട് താഴോട്ട് കിട്ടിയാലും 23,908, 23,881 ആയിരിക്കും സ്ട്രോങ് സപ്പോർട്ട് ഉള്ളത്. മുകളിലോട്ട് 24,051, 24,071 ഇത് ബ്രേക്കൗട്ട് മുകളിലോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,129, 24,150 ടാർഗറ്റ് വെച്ചിട്ട് മുകളിലോട്ട് എൻട്രി നോക്കാം. 24,050, 71 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് ഒരു 75 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റിനുള്ള സാധ്യത ഉണ്ട്. അല്ല, ഇവിടെ നിന്നൊരു റിവേഴ്സാണ് വരുന്നതെങ്കിൽ ഇവിടെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസിനുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു CPRും തൊട്ട് മുകളിൽ വരുന്ന ഈ ഒരു ലെവലും കൂടെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു റിവേഴ്സ് തിരിച്ച് താഴോട്ട് വന്നേക്കും. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഗ്യാപ്പ് അപ്പാണ് വരുന്നതെങ്കിൽ നേരത്തെ 75 മിനിറ്റ്സിൻ്റെ ചാർട്ടിൽ കാണിച്ച ആ ഒരു ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി നോക്കുക. അത് ഒരു ഫേക്ക് ബ്രേക്കൗട്ടൊക്കെയാണ് തരുന്നതെങ്കിൽ താഴോട്ട് വരും, അല്ലെങ്കിൽ ആ ട്രെൻഡ് ലൈന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 23,809, 23,789 ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് 23,697, 23,677. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ തരാം. അപ്പം എല്ലാവർക്കും നല്ലൊരു എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.